എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാകാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പിന്നാലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ആശുപത്രി സൂപ്രണ്ടിനെതിരെ കൈക്കൂലി ആരോപണത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ശേഷം അന്വേഷണം തുടങ്ങിയെന്നാണ് വാർത്ത. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ ദേവനാരായണൻ മരിച്ച സംഭവത്തിൽ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നായ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടും കുത്തിവയ്പ് എടുത്തില്ലെന്നും വേണ്ട ചികിത്സയോ പരിശോധനകളോ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കിയില്ലെന്നുമുള്ള പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ ആശുപത്രിയിലെ സൂപ്രണ്ടിനെതിരെയാണ് ഗുരുതരമായ കൈക്കൂലി ആരോപണം ഉയരുന്നത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും എന്നാൽ അത് നൽകാത്തതിനാൽ തുടർ ചികിത്സ നൽകിയില്ലെന്നും അനിമോന്റെ ഭാര്യ ബീന പറയുന്നു. ഡോക്ടർ അത് നമ്മളോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് കൊടുക്കാനുള്ള സാമ്പത്തികം അത്രയും സാറ് ചോദിച്ചത്രയും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. എങ്കിലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ചികിത്സ നിഷേധിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങൾ അവിടുന്ന് പോരേണ്ടി വരുന്നത്. അനസ്തേഷ്യ ചെയ്യുന്നതിനുള്ള രേഖകളിൽ ഒപ്പുവെച്ചിട്ടും പണം നൽകാത്ത വിരോധത്തിൽ തന്റെ കാല് മരവിപ്പിക്കാതെയാണ് സർജറി നടത്തിയതെന്ന് അനിമോൻ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ മരവിപ്പിച്ചിട്ട് അയാളുടെ കാല് വശക്കേടായിപ്പോയി, എൻ്റെ കാല് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ മിണ്ടാവിടെ കിടക്കണം, വലിയ ഡയലോഗൊന്നും കാശുണ്ടാന്ന് പറഞ്ഞു. മരവിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കാലിങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്തിയിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചിരട്ടയ്ക്കകത്തുനിന്ന് തേങ്ങ തിരുമി എടുക്കുന്ന പോലെ പച്ചയ്ക്ക് മരവിപ്പിക്കാതെ പോലും അത്രയും മാംസം കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ കിടന്ന് അലറിയുന്നു. 4-5 നേഴ്സുമാർ എൻ്റെ കാലെ ബലമായിട്ട് പിടിച്ചേക്കുക. ഞാൻ അവിടെ കിടന്ന് അലറി ചാടിയിട്ട് പോലും മിണ്ടാ കിടക്കട അടങ്ങി കിടക്കട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്തത്. ചികിത്സാ നിഷേധം, അനസ്തേഷ്യ നൽകാതെയുള്ള ശസ്ത്രക്രിയ എന്നിവ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി സൂപ്രണ്ടിന്റെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ സൂപ്രണ്ടിനെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് സൂപ്രണ്ട് സുനിൽ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് എല്ലാ ഒത്താശയും ചെയ്യുന്നത് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയും ഹരിപ്പാട് നഗരസഭയുമാണെന്ന് ആരോപിച്ച് DYFI ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട് ആശുപത്രി പടിക്കൽ മാർച്ച് സംഘടിപ്പിച്ചു. ഒരു സർക്കാർ ആശുപത്രിയിലെ സൂപ്രണ്ടിനെതിരെ നിരന്തരമായി പരാതികൾ ഉയരുന്നു. കൈക്കൂലി ആരോപണങ്ങൾ ഉയരുന്നു. ആളുകൾ പലരും പരസ്യമായി പ്രതിഷേധിക്കുന്നു. എന്നാൽ ഒരു തവണ പോലും സൂപ്രണ്ടിനെ പിടികൂടാനോ പൂട്ടാനോ കഴിഞ്ഞില്ല. ഇത്തവണ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റക്കാരനെങ്കിൽ സൂപ്രണ്ടിനെതിരെ കർശന നടപടി ഉണ്ടാകും. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെതിരെയുള്ള ആരോപണം കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ രോഗി പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ഡോക്ടർ ചെയ്യുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തായാലും അന്വേഷണം നടക്കട്ടെ. മാത്രമല്ല ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകളുണ്ടായി എന്ന് അവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. കൂട്ടിരിപ്പുകാരോടും രോഗികളോടും വളരെ മോശമായിട്ടാണ് പെരുമാറ്റമെന്നും പരാതി ഉയരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഹരിപ്പാട് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പരാതികളുണ്ട്. സാമ്പത്തികം കൂടുതൽ കൊടുക്കുന്ന അവരെ എടുത്ത പുള്ളി അങ്ങനെയുള്ളവരെ പുള്ളി കൂടുതലായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതുപോലെ വരുന്ന പിന്നെ പേഷ്യൻറ്റിനോടായാലും വയസ്സാണ്ടന്മാരോടായാലും ഒരു കോപ രീതിയിലാണ് എപ്പോഴും സംസാരിക്കാറ്. ചിരിച്ചുകൊണ്ട് പുള്ളി ഇന്ന് വരെ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ദേശീയപാതയിൽ നിരവധി ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹരിപ്പാട് മുതൽ രാമപുരം വരെ. അപ്പോൾ ഇവിടെ നിരവധി കാഷ്വാലിറ്റികൾ, അതിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും നമ്മളിവിടെ ഒരു പേഷ്യൻറ്റിനെ എത്തിച്ചാലോ അല്ലെങ്കിൽ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നാലോ അവർക്ക് എക്സ്റേ മറ്റ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ പോലും നമുക്ക് കാഷ്വാലിറ്റിയിൽ നിന്ന് ശകലം വേറെ ഇങ്ങോട്ട് വരണം. കാഷ്വാലിറ്റിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഈ OPയുടെ ഭാഗം വരെ വരണം ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ പോലും. ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു ദുരവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ് ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ. ഇത് ഇവിടെ PG ഡോക്ടർമാരാണ് കൂടുതൽ. ഇവിടെ സീനിയേഴ്സ് ഡോക്ടേഴ്സ് ഇല്ല. എല്ലാവരും മാവേലിക്കരെ ട്രാൻസ്ഫർ ചെയ്ത് അവർക്കും ഇതില്ല. ഇവിടെ ഒന്നും ആരും വരുന്നുമില്ല. ഇവിടെ രോഗികൾ ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. പാവങ്ങളുടെ ആശുപത്രിയാണ്. പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരുടെ അഴിമതിയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാരണം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പാവം പിടിച്ച ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ
കാലിന് സുഖമില്ലാതെ വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് ഒരു ഡോക്ടർമാരും ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാര്യം അത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് പാവത്തുങ്ങളുടെ ആശുപത്രി എന്ന് പറയുന്നത് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അവരോട് ചോദിച്ചു മേടിക്കുകയാണ്.